ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. പല മനുഷ്യരും ആരോഗ്യമുള്ളപ്പോൾ, തനിക്ക് കുറേ സമ്പത്ത് നേടാൻ സാധിക്കുമ്പോൾ അതിൽ മതിമറന്ന് ആഹ്ലാദിക്കുകയും മറ്റുള്ളവരെ അവഗണിക്കുകയും അവരെ നിസാരരാക്കി തള്ളുകയും ചെയ്യുന്ന പ്രവണതയുണ്ട്. അങ്ങനെ അഹങ്കരിക്കൽ വാസ്തവത്തിൽ തൻ്റെ പരാജയത്തിന് കാരണമായിരിക്കും. തൻ്റെ ജീവിതത്തിലെ സമാധാനത്തെ കെടുത്തിക്കളയാൻ അത്തരം മനോഭാവം നമ്മെ കെണിയിൽ വീഴ്ത്തുകയാണ് ചെയ്യുന്നത്. അതിനാൽ ഈ കവിയുടെ അത്യന്തം വിലയേറിയ സുഭാഷിതത്തെ കേൾക്കൂ. അഹന്തയാൽ മതി മറക്കിലും ബലം, നശിക്കുമെത്ര മേൽ കരുത്തനാകിലും. മനസ്സിനും വരും തളർച്ച തന്നുടൽ, ബലത്തെ വിശ്വസിച്ചഹങ്കരിക്കൊല. നമ്മുടെ ശരീരത്തിൻ്റെ ബലത്തെ വിശ്വസിച്ച് ഒരിക്കലും നമ്മൾ അഹങ്കരിക്കരുത്. ആ ശരീരത്തിൻ്റെ ബലവും സൗന്ദര്യവും ഏത് നിമിഷമാണ് തകർന്നു പോകുന്നത് എന്നറിയില്ല. ആരോഗ്യത്തോടു കൂടിയിരിക്കുന്ന പലർക്കും അഹന്ത തോന്നാം, എനിക്കങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന്. ഒരിക്കലും നാം അത് വിചാരിക്കാൻ പാടുള്ളതല്ല. നമ്മുടെ ശരീരത്തിലെ ഒരു ചെറിയ ഞരമ്പ് തലച്ചോറിലേക്ക് പോകുന്ന മുടിനാരിഴ പോലെയുള്ള ഒരു ചെറിയ ഞരമ്പ് പൊട്ടിപ്പോയാൽ നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾ ആകെ താറുമാറാകും. അതിനാൽ ഏത് നിമിഷവും നമ്മുടെ ഈ ശരീരത്തിൻ്റെ ആരോഗ്യം നഷ്ടപ്പെടാൻ സാധിക്കുന്നതാണ്. ഏത് നിമിഷവും ഇത് നഷ്ടപ്പെടുന്നതാണ്. അതുകൊണ്ട് ശരീരത്തിൻ്റെ ആരോഗ്യത്തിലോ സൗന്ദര്യത്തിലോ നാം ഒരിക്കലും അഹങ്കരിക്കരുത്. അഹന്തയാൽ മതി മറക്കിലും ബലം, നശിക്കുമെത്രമേൽ കരുത്തനാകിലും. എത്ര വലിയ കരുത്തനാണെങ്കിലും അഹന്തയാൽ മതി മറന്നാലും ബലം നശിക്കും. എത്രമേൽ കരുത്തനാകും. എത്ര വലിയ ബലശാലിയും കരുത്തനും യശസ്വിയുമാണെങ്കിലും നമ്മുടെ ഈ ബലമൊക്കെ നഷ്ടപ്പെടാൻ ഒരു പണിയുമില്ല. അഹന്തയാൽ മതി മറക്കിലും ബലം, നശിക്കുമെത്രമേൽ കരുത്തനാകിലും. എത്ര വലിയ ശക്തനായാലും അത് നശിക്കാൻ ഒരു വിഷമവുമില്ല. മനസ്സിനും വരും തളർച്ച തന്നുടൽ, ബലത്തെ വിശ്വസിച്ചഹങ്കരിക്കൊല. നമ്മുടെ മനസ്സിനും തളർച്ച വരും. നമ്മുടെ ഈ ശരീരത്തിൻ്റെ ബലത്തിൽ നാം ഒരിക്കലും അഹന്ത പാലിക്കരുത്. ഈ ശരീരത്തിൻ്റെ ആരോഗ്യം നഷ്ടപ്പെടാൻ ചെറിയ ഒരു മൊട്ടുസൂചി മാത്രം മതി. അത്രയും ദുർബലമാണ് നമ്മുടെ ഓരോരുത്തരുടെയും ശരീരം. ഈ ദുർബലമായ ശരീരത്തെ ബലവത്താക്കുന്നത് ഇതിനകത്തിരിക്കുന്ന ആത്മശക്തിയാണ്. അതിൻ്റെ ബലം ഒരാൾക്കും കണക്കാക്കാൻ പറ്റാത്തതുമാണ്. പക്ഷേ തൻ്റെ ഈ ശരീരത്തിൽ താൻ തങ്ങി നിൽക്കുമ്പോൾ, ശരീരത്തിൻ്റെ ആ അഹന്തയിൽ തങ്ങി നിൽക്കുമ്പോൾ ആത്മബലത്തെ നാം ഒട്ടും അറിയുന്നില്ല. ആത്മബലത്തെ അറിഞ്ഞ് ദേഹത്തിൻ്റെ ദൗർബല്യത്തെ മനസ്സിലാക്കിയാൽ അഹങ്കാരം ഒരിക്കലും തലപൊക്കുകയില്ല. അങ്ങനെ തലപൊക്കാത്ത അഹന്ത വേണം നാം ഈ ദേഹത്തിൽ നിലനിർത്താൻ. അഹന്തയാൽ മതി മറക്കിലും ബലം, നശിക്കുമെത്രമേൽ കരുത്തനാകിലും. മനസ്സിനും വരും തളർച്ച തന്നുടൽ, ബലത്തെ വിശ്വസിച്ചഹങ്കരിക്കൊല. നമ്മുടെ മനസ്സിനും തളർച്ച വരും ദേഹത്തോടൊട്ടി നിൽക്കുന്നതിനാൽ. ദേഹത്തിൻ്റെ ആരോഗ്യം നഷ്ടപ്പെടുമ്പോൾ മനസ്സിൻ്റെ ശക്തിയും വീര്യവും ചോർന്നു പോകുന്നതാണ്. ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. എല്ലാം നാശത്തിന് വിധേയമാണ് എന്ന പരമസത്യം ഓർത്തു വേണം നാം ഇവിടെ ജീവിക്കാൻ.
അതിനാൽ ഈ സുഭാഷിത രത്നത്തെ നമ്മൾ വീണ്ടും 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 മനനം ചെയ്ത് നമ്മുടെ ജീവിതത്തെ നാം അഹന്തയിൽ നിന്നും മോചിപ്പിച്ച് പരമാനന്ദത്തിൻ്റെ ഉടമകളായി തീരാൻ പരിശ്രമിക്കേണ്ടതാണ്. അഹന്തയാൽ മതി മറക്കിലും ബലം, നശിക്കുമെത്രമേൽ കരുത്തനാകിലും. മനസ്സിനും വരും തളർച്ച തന്നുടൽ, ബലത്തെ വിശ്വസിച്ചഹങ്കരിക്കൊലാം.